ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൂജകളെല്ലാം തകൃതിയായിട്ട് നടക്കുകയാണ് കേട്ടോ. നമ്മുടെ ജലജയുടെയും അഭിയുടെയും പ്ലാനിങ്ങുകളെല്ലാം ചീറ്റിപ്പോയി എന്ന് തന്നെ പറയാം കേട്ടോ. അതായത് പൂക്കൂട തുറക്കുമ്പോൾ പാമ്പ് അതിനുള്ളിലില്ലേ, ഇപ്പം കൊത്തുന്നു പറഞ്ഞിട്ട് ആകാംക്ഷഭരിതരായി കാത്തിരിക്കുകയായിരിക്കും കേട്ടോ നമ്മുടെ ജലജയും അഭിയും. പക്ഷേ പൂക്കൂടയ്ക്കകത്ത് പാമ്പില്ല, പൂക്കൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഉടനെ തന്നെ ഈ പൂക്കളെല്ലാം ഇട്ടതിന് ശേഷം പൂക്കൂടയ്ക്കകത്ത് പാമ്പില്ലാന്ന് മനസ്സിലാക്കിയ ജലജയാണെങ്കിൽ അഭിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ എവിടെ കൊണ്ടാടാ പാമ്പിനെ വെച്ചത്? ഈ കൂടയ്ക്കകത്താണോ നീ പാമ്പിനെ വെച്ചത്? നിന്നെയൊക്കെ ഓരോന്ന് ഏൽപ്പിക്കുന്നത് എന്നെ വേണം പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയാണെങ്കിൽ അഭിനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഒരു കിഴങ്ങനാ, നിന്നെ കൊണ്ടൊന്നും ഒന്നും സാധിക്കില്ലടാ, കണ്ട പെണ്ണുങ്ങളുടെ പുറകെ പോകാനും അതിനൊക്കെ നിനക്ക് പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയാണെങ്കിൽ അഭിനെ വഴക്ക് പറയാനും കേട്ടോ. ഈ സമയത്ത് അഭി പറയുന്നുണ്ട്, ഇന്നലെ അയാൾ വന്നിട്ട് ഇവിടെ പൂക്കൂടയ്ക്കകത്ത് എന്നാലും പാമ്പിനെ വെച്ചതാണ്, ഇതിപ്പോൾ എന്താ സംഭവിച്ചെന്ന് ഒരു പിടിയില്ല അമ്മേ. ഇനി പാമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയോ? അത്ര ഉഗ്രവിഷമുള്ള അത്ര ശക്തിയുള്ള പാമ്പല്ലേ, ചിലപ്പോൾ പൂക്കൂട തുറന്നിറങ്ങിപ്പോയതാണോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഇതിനൊക്കെ ചെറിയൊരു പഴുതു പോരെ എന്നൊക്കെ പറയാനേ. ഈ സമയത്ത് ജലജ പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്, നിന്നെ കൊണ്ട് വേണ്ട കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്യാനുള്ള കഴിവ് നിനക്കില്ല, അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ എത്ര ആകാംക്ഷയോടെ കാത്തിരുന്നത്, ഇന്ന് നല്ലൊരു ശുഭവാർത്ത കേൾക്കുന്നു, എല്ലാം നീ കൊണ്ട് തൊലച്ചില്ലേ എന്നൊക്കെ പറയാനും കേട്ടോ. ഈ സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട്, അല്ലടാ അപ്പോൾ ആ വെച്ച പാമ്പ് ഇവിടെ ഊരുറച്ച് എങ്ങനെ നമ്മളിവിടെ നിൽക്കും? നമ്മളെങ്ങനെ എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യും? എവിടെ പോയി കിടക്കുകയാണ്? ഇനി അതും നമ്മുടെ തലയിലോട്ട് വരുമോ? നമ്മളെ കടിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അഭി പറയുന്നുണ്ട്, അതും സംശയിക്കേണ്ടിയിരിക്കുന്നു അമ്മേ, എന്താ ഇപ്പോൾ ചെയ്യുക? മിക്കവാറും ആ പാമ്പ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണും, നമ്മളെന്തെങ്കിലും ചെയ്യുമോ അമ്മ? ഇപ്പം എന്താ ചെയ്യുക? ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാലോ? അത് കേൾക്കുമ്പോൾ ജലജ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് എന്ത് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെടാനാടാ? നമ്മൾ മാത്രം ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ എല്ലാവരും നമ്മളെ സംശയിക്കില്ലേ? ഏതും പോരാത്ത നിൻ്റെ ഓരോ സ്വഭാവ ദൂഷ്യം കൊണ്ട് ഇവിടെ മുട്ടിയിരിക്കുക, അതിൻ്റെ കൂടത്തിൽ ഇതും കൂടായ സ്വസ്ഥം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, എന്താമ്മ ചെയ്യുക? ഇനിയിപ്പോൾ എന്താ ഒരു വഴി എന്ന് പറയുമ്പോൾ, ഇതെല്ലാം ഒപ്പിച്ച് വെച്ചത് നീയല്ലേ, നീ തന്നെ ഒരു വഴി കണ്ടെത്ത് അങ്ങനെയൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് പൂജകളെല്ലാം ഭംഗിയായിട്ട് നിർവഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂജാരി പറയുന്നുണ്ട്, എല്ലാം മംഗളകരമായിട്ട് തന്നെ നടക്കും കേട്ടോ, എല്ലാം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കും, ഈശ്വരാനുഗ്രഹമുള്ള കുട്ടിയാ നയന എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് അങ്ങനെ പൂജാകർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും ഒക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ നയനയ്ക്ക് എല്ലാവിധ മംഗളാശംസകളും എല്ലാവരും നേരുകയാണ് കേട്ടോ. ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ ആശംസയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മുത്തശ്ശിയും ഒക്കെ. ദേവയാനിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകണം, ദേവയാനി ഇങ്ങനെ ചേർത്ത് തന്നെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നയനേനെ. അങ്ങനെ ശേഷമാണെങ്കിൽ രണ്ടെണ്ണം വിറച്ചവിടെ നിൽക്കുകയാണ്, കാരണം പാമ്പ് വീട്ടിന് ഉള്ളിൽ എവിടെയോ ഉണ്ടെന്നും അത് ഏത് നിമിഷവും നമുക്കരികിലേക്ക് എത്തുന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ ഇതായിട്ട് നിൽക്കാൻ കേട്ടോ. പിന്നെ ജലജ പറയുന്നുണ്ട്, നമ്മുടെ ജീവനും എല്ലാം ആപത്താകൂടാ, ആ പാമ്പാട്ടിനെ ഒന്ന് വിളിച്ചാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അഭി പറയുന്നുണ്ട്, എന്ത് വിശ്വസിച്ച് നമ്മൾ വിളിക്കും അമ്മേ, എന്ത് പറഞ്ഞ് നമ്മൾ വിളിക്കും? ഇതിപ്പോൾ കൈ വിട്ടു പോയ കേസായി പോയല്ലോ, എന്താ അമ്മ ഇപ്പോൾ ചെയ്യുക? ഇവിടെ നോട് രക്ഷപ്പെടുക, അത് മാത്രമേ ഉള്ളൂ മാർഗം എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ കരഞ്ഞ് നിലവിളിക്കുകയാണ് കേട്ടോ അഭിയും അതുപോലെ തന്നെ ജലജയും. അങ്ങനെ ഇരിക്കുകയാണ്. ഊണെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും വിശ്രമിക്കാൻ ഒരു ഉച്ചമയക്കത്തിന് വേണ്ടി റൂമിലേക്കൊക്കെ കയറി പോകുവാണ്. ഈ സമയത്ത് പാമ്പാണെങ്കിൽ ആ പൂജാമുറിയുടെ സൈഡിൽ തന്നെ ഇരിക്കണത് പ്രോമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാമ്പ് രാത്രിയിൽ തന്നെ പൂക്കൂടെ ചെറുതായിട്ടും തുറന്നിരിപ്പുണ്ടായിരിക്കും, അങ്ങനെ ആ സൈഡ് വഴി കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്ന ഉച്ചമയക്കത്തിനായിട്ട് എല്ലാവരും പോകുമ്പോൾ ജലജയും അഭിയും തങ്ങളുടെ റൂം നല്ല വൃത്തിക്ക് തന്നെ അഴിച്ചു പറക്കുന്നുണ്ട് കേട്ടോ. എവിടെയെങ്കിലും കയറി ഇരിപ്പുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ജലജ എല്ലാം നോക്കുമ്പോൾ റൂമിലൊന്നും കാണില്ല. അങ്ങനെ സമാധാനത്തിൽ പോയി കിടക്കുകയായിരിക്കും കേട്ടോ. പക്ഷേ ആ പാമ്പ് ജലജയുടെ റൂമിൽ തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ജലജയാണെങ്കിൽ എൻ്റെ റൂമിലൊന്നുമില്ല, മിക്കവാറും ഏട്ടത്തിയുടെ നയനയുടെ ആരുടെയൊക്കെ റൂമിലായിരിക്കും, നമുക്കിവിടെ കിടക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ കിടന്ന് ഒന്ന് മയങ്ങി പോവുകയാണ്. പെട്ടെന്ന് തന്നെ ചാടി എണീക്കുന്നുണ്ട് കേട്ടോ. ചാടി എണീറ്റ് നോക്കുമ്പോൾ പാമ്പ് തൻ്റെ റൂമിൽ തന്നെ ആയിരിക്കും കേട്ടോ ഉള്ളത്. അങ്ങനെ ഞെട്ടി ഉണരുകയാണ് കേട്ടോ ജലജ. പാമ്പിനെ കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ആകെ പ്രയാസപ്പെട്ട് പേടിച്ച് വിറച്ചിരിക്കുന്ന ജലജനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജലജ ഒച്ചത്തിൽ നിലവിളിക്കുകയാണ്. എല്ലാവരും ഓടി എത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി, എന്താ ജലജ എന്ന് പറയുമ്പോൾ, ഇവിടെ ഒരു കരിമൂർക്കനോ? ഇവിടെ എങ്ങനെ കരിമൂർക്കൻ വരാനാണ്? നിനക്ക് എന്താ പറ്റുക? നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. അല്ല, ഞാൻ കണ്ടത് ഒരു കരിമൂർക്കൻ എന്ന് പറയുമ്പോൾ ഒരു കാല് മാത്രം അവിടെ കാണുന്നുണ്ട് കേട്ടോ. ഉടനെ ആദർശ് പറഞ്ഞിട്ട്, ദാ മുത്തശ്ശ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ, അല്ല ഇത് കരിമൂർക്കനാണ്, നിനക്കെങ്ങനെ മനസ്സിലായി? അവിടെ ഒരു വാല് മാത്രമേ കാണുള്ളൂ. ഇല്ല, ഞാൻ മൊത്തത്തിൽ കണ്ടായിരുന്നു എന്ന് പറയാണ് കേട്ടോ. അപ്പം മുത്തശ്ശൻ പറഞ്ഞിട്ട്, എന്നാലും നമ്മുടെ ഈ വീട്ടിൽ എങ്ങനെ കയറാനാണ് ഈ പാമ്പൊക്കെ?
അങ്ങനെ എല്ലാവരും സംശയത്തോടു കൂടി തന്നെ നിൽക്കായിരിക്കും കേട്ടോ. കാരണം ഈ വീട്ടിനുള്ളിൽ പാമ്പിന് കയറാൻ ഒരു വിടവ് പോലുമില്ല. അങ്ങനെ എല്ലാ രീതിയിലും സെറ്റ് ചെയ്തിട്ട് തയ്യാറാക്കിയതാണല്ലോ. ഒരു ഹോള് പോലും ഇല്ല. പിന്നെ എങ്ങനെ ഇവിടെ കയറിപ്പറ്റി? ഇന്നേ വരെ ഈ ഒരു അനന്തപുരി തറവാട് ഇവിടെ നിർമ്മിച്ച ആ ഒരു കാലം മുതൽ ഈ വീട്ടിൽ ജന്തുക്കളുടെ ശല്യം ഉണ്ടായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ജലജ പറയുന്നുണ്ട്, അതിനൊക്കെ ഇപ്പം നമ്മൾ സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു ചെറിയ പഴുതുപോലെ ഇതിപ്പോൾ ആരെങ്കിലും കൊണ്ടിട്ടതാണോ? വേഗം ഇതിനെ പിടിക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കാതിരിക്കും. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു പാമ്പാട്ടിനെ വിളിക്കാം, അല്ലാതെ ഇപ്പോൾ ഒരു വഴിയില്ല, അല്ലെങ്കിൽ പോലീസിൽ അറിയിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പാമ്പാട്ടിനെ വിളിക്കുക. ഈ പാമ്പാട്ടിയുടെ ഇപ്പോൾ ആരെ വിളിച്ച് ഇപ്പോൾ ഫോൺ നമ്പറൊക്കെ ചോദിക്കുന്നൊക്കെ പറയുമ്പോൾ അഭിയോട് ജലജ പറയുന്നുണ്ട്, ഇത് ഇവൻ്റെ കൈ കാണൂ എന്ന് പറയുമ്പോഴത്തേക്കിനും ആദർശ് ചോദിക്കുന്നുണ്ട്, പാമ്പാട്ടിയുടെ നമ്പറൊക്കെ അതിന് അഭിയുടെ കൈ കാണൂ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ജലജ ഇങ്ങനെ അന്തം വിടുകയാണെ. ഉടനെ ജലജ പറയുന്നുണ്ട്, അത് പിന്നെ ഇവൻ ശ്രമിച്ചാൽ ഇവനെ കിട്ടും, ഇവൻ ഇവിടെ നിന്ന് ഒപ്പിച്ചോളും എന്ന് പറഞ്ഞിട്ട് അബിയെ കണ്ണ് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് അബിയാണെങ്കിലും ജലജനെ രൂക്ഷമായിട്ടൊന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ പോയി ആ പാമ്പാട്ടിയെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ പാമ്പാട്ടി വന്ന് ആ പാമ്പിനെയൊക്കെ വിളിച്ച് ഇങ്ങനെ കൂടക്കുള്ളിൽ കയറ്റുന്നുണ്ട്. ഈ സമയത്ത് അതായത് നമ്മുടെ ആദർശ് സംശയത്തോടു കൂടി തന്നെ ജലജനെ ഒന്ന് നോക്കാനുണ്ടോ. കാരണം ഇങ്ങനെ അഭിയുടെ കയ്യിൽ പാമ്പാട്ടിയുടെ നമ്പർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ജലജയുടെ എന്തോ ഒരു ഡൗട്ടൊക്കെ തോന്നുകയാണ് കേട്ടോ ആദർശിന്. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ തന്നെ നന്ദുവിനെ വിളിച്ചിട്ട് നമ്മുടെ നയന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഈ വീട്ടിൽ പാമ്പ് കയറാൻ ഒരു സാധ്യതയില്ലെന്നാണ് മുത്തശ്ശനൊക്കെ പറയുന്നത്. പൂജാമുറിയിൽ നിന്ന് പോയതായിരിക്കും. പൂജാമുറിയിലൊക്കെ പാമ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. ഏതായാലും അപ്പച്ചിയുടെ മുറിയിലായിരുന്നു കയറിയത്. അപ്പച്ചി കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ഉഗ്രവിഷമുള്ള പാമ്പായിരുന്നു. ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയത്. ആരെയും കടിക്കുകയോ ഇല്ല നവ്യേച്ചിയുടെ റൂമിൽ പോകുകയോ ചന്തുമോളുടെ അടുത്തേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ എന്നൊക്കെ അലച്ച് വേവലാതിപ്പെടുകയാണ് കേട്ടോ നയന. ഈ സമയത്ത് നന്ദ് പറയുന്നുണ്ട്, ജന്തുക്കളല്ലേ ചേച്ചി, അതുങ്ങൾക്ക് കയറാൻ ചെറിയൊരു ഇത് പോരെ, ഇനിയിപ്പോൾ സൂക്ഷിച്ചോണം എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ഇങ്ങനെ നന്ദു ഇങ്ങനെ നയന പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് നോക്കുകയാണേ. എന്നിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ നന്ദുവിന്. കാരണം എന്തൊക്കെയൊക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് അത് തോന്നലായിരിക്കും എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങ് വിടുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഈ പാമ്പാട്ടി വന്നിട്ട് പാമ്പിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടല്ലോ. ഈ സമയത്ത് നന്ദു ഇങ്ങനെ ടൗണിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പാമ്പാട്ടീനെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ. വഴിയിൽ വെച്ച് പാമ്പാട്ടിയെ കാണുകയാണ്. ആ സമയത്ത് പാമ്പിനൊക്കെ ഓടിക്കുന്ന ആളല്ലേ എന്നൊക്കെ ഇങ്ങനെ നന്ദു ഡ്രൈവറോട് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവിടേക്ക് വണ്ടി ഇങ്ങനെ നിർത്തുമ്പോഴായിരിക്കും ഇയാളിത് എവിടെ പോയതാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അത് പിന്നെ ഇപ്പോൾ ആ വലിയ ബംഗ്ലാവില്ലേ അവിടെ നിന്ന് ഒരു പാമ്പിനെ പിടിച്ചുകൊണ്ട് ഞാൻ വന്നതാണ്. ഏത് അനന്തപുരി തറവാടോ? അവിടെ തന്നെ. അത് മേഡത്തിന് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഇല്ല, അവിടെ എൻ്റെ ചേച്ചിമാരൊക്കെ ഉണ്ട്, അപ്പോൾ അവർ അറിഞ്ഞതാണ്. എന്നിട്ട് പാമ്പിനെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ കിട്ടി മേഡം, കാണിക്കണോ എന്ന് പറഞ്ഞ് കൂടെ തുറക്കുമ്പോൾ കാണിക്കണ്ട, കൊണ്ടുപോക്കോ എന്ന് പറയാനും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്നാൽ ഇതെങ്ങനെ ഈ കൂടെ നിന്ന് ഇറങ്ങിപ്പോയെന്നാണ് എൻ്റെ മേഡം ഞാൻ ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ കൂടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇയാൾ ഇതെന്താ പറയുന്നത്? അല്ല, എങ്ങനെ എൻ്റെ കൂടെ നിന്ന് ഇറങ്ങി പോകുമോ എന്ന് ഞാൻ പെട്ടെന്ന് പേടിച്ചതാ മേഡം, ഞാൻ എന്നാൽ പോട്ടെ എന്ന് പറഞ്ഞാൽ അധികം നേരം ഇതിനെ കൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ലേ എന്ന് പറഞ്ഞിട്ട് പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് നന്ദുവിന് ഇയാളുടെ ഒരു ബോഡി ലാംഗ്വേജിലൊക്കെ ഒരു ഡൗട്ട് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ നയന പറഞ്ഞ കാര്യങ്ങളും മുത്തശ്ശൻ പാമ്പ് കയറാൻ ഒരു സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടി ഇങ്ങനെ കൂർത്തിണക്കുകയാണ് കേട്ടോ. അങ്ങനെ പാമ്പാട്ടീനെ ആരാ വിളിച്ചതെന്ന് നയനെ വിളിച്ച് ചോദിക്കുമ്പോൾ അഭിയാണ്. അതങ്ങനെ അഭി വിളിച്ചു, അഭിക്ക് ഇവിടെ നിന്ന് നമ്പർ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അതിനെ ജലജപ്പച്ചി പറഞ്ഞു അഭിയുടെ കാണും, അല്ല അഭി ഒപ്പിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു എന്ന് പറയുകയാണെ. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നന്ദുവിന് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുകയാണ് കേട്ടോ. അങ്ങനെ പാമ്പാട്ടിയുടെ പിന്നാലെ തന്നെ പോകുകയാണ് കേട്ടോ. അങ്ങനെ പാമ്പാട്ടിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാമ്പാട്ടിനെ മാറി ചോദ്യം ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ആൻസറുകൾ വന്നപ്പോൾ തന്നെ നമ്മുടെ നന്ദുവിന് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. എന്തൊക്കെയോ ഇതിൽ ചീഞ്ഞ് നാറുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന നന്ദു ആണെങ്കിൽ പാമ്പാട്ടിയുടെ തലക്കിട്ട് പറഞ്ഞാൽ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സത്യങ്ങൾ വിളിച്ച് പറയാൻ പറയുന്നുണ്ട്. അങ്ങനെ പാമ്പാട്ടിയാണെങ്കിൽ പേടിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതായത് അഭിയാണ് തന്നെ ഇവിടെ കൊണ്ടുവന്നതെന്നും പൂക്കൂടയ്ക്കകത്ത് പാമ്പിനെ ആക്കിയതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ പറയാനും കേട്ടോ. അതെല്ലാം റെക്കോർഡാക്കി എടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ നന്ദു.
അങ്ങനെ ശേഷം നന്ദു ഈ കാര്യങ്ങളൊക്കെ ആദർശിനെ വിളിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് ആദർശിന് ദേഷ്യം വരികയാണ് കേട്ടോ. ആദർശ് പറയുന്നുണ്ട്, അവൻ എന്തൊരുത്തനാണ്, വീട്ടിലുള്ളവരെ കൊല്ലാൻ പോലും മടിക്കില്ലല്ലോ അവൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, പൂജാമുറിയിൽ കൂടക്കുള്ളിൽ വെക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ, അവിടെ നിന്നും എങ്ങനെ എസ്കേപ്പ് ആയതാന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, കൂടെ തുറന്നതും അതുപോലെ തന്നെ അതിനകത്തുനിന്ന് പൂവെടുത്തതും എല്ലാം നയനയാണ്, നയനയല്ലേ പൂജ ചെയ്തത്, അപ്പോൾ നയനയായിരുന്നു അവരുടെ ലക്ഷ്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആദർശ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, നയനേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നില്ലെങ്കിൽ എന്ത് ചെയ്തതിന് ആദർശട്ട എന്നൊക്കെ പറയാണ്. അഭിനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്തെങ്കിലും ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുക തന്നെ വേണം എന്നൊക്കെ പറയണം. ഉടനെ ആദർശം പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊന്നും വീട്ടിലുള്ള മറ്റാരും അറിയണ്ട, അത് പിന്നെ വലിയ വിനാശത്തിലേക്ക് നടക്കും, അതുകൊണ്ട് അഭിനെ കണ്ട് ഇതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം നന്ദു ഇപ്പോൾ ഈ കാര്യം ആരെ അറിയിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആദർശാണെങ്കിൽ കലി ഇളകിയിട്ട് ആ റൂമിൽ നിന്നും കഥയൊക്കെ വലിച്ചടച്ചിട്ട് അഭിയുടെ റൂമിലേക്ക് പോകുക കേട്ടോ. അഭീനെ വിളിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അഭിയും ജലജയും റൂമിലുണ്ടായിരിക്കുവേ. അപ്പോൾ ജലജയാണെങ്കിൽ റൂമിൽ കട്ടിലിനടിയൊക്കെ ഒന്നുകൂടെ സെർച്ച് ചെയ്യാൻ കേട്ടോ, ഇനി എന്തെങ്കിലും പാമ്പുകൾ വല്ലതും ഉണ്ടോയെന്ന്. പാപ്പി ചോദിക്കുന്നുണ്ട്, അമ്മ ആകെ വെച്ചത് ഒരു പാമ്പ്, ആ പാമ്പിനെ പാമ്പാട്ടി പിടിക്കുകയും ചെയ്തു, പിന്നെ അമ്മ എന്താ തപ്പുന്നത് പറയാൻ പറ്റില്ല, അതിൻ്റെ കുഞ്ഞിനെ വല്ലതും ഇവിടെ ഇട്ടിട്ടാൽ പോയി, അല്ലെങ്കിൽ എനിക്ക് പേടിയാവുന്നതാ, നിൻ്റെ കാര്യമായതുകൊണ്ട് ഒരു പാമ്പിനെന്ന് പറഞ്ഞിട്ട് 2 പാമ്പിനെ വല്ലതും കൊണ്ടുവന്ന് ഇവിടെ ഇട്ടൊന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ, എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണ്ടേ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഈ റൂമിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ തപ്പുമായിരിക്കും ഈ അമ്മയുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അഭിന്ന് വിളിച്ചുകൊണ്ട് ആദർശ് കയറി പോകുന്നത്. എന്താ ആദർശിട്ട എന്താ എന്നിങ്ങനെ വേറെങ്ങളോട് ചോദിക്കാൻ കേട്ടോ. അഭി ഒന്നുമില്ല, അല്ല പാമ്പിനെയൊക്കെ പിടിച്ചോ, നിങ്ങളെന്താ ഇവിടെ തപ്പുന്നത്, ഒന്നുമില്ല. ഉടനെ ചലച്ചപ്പുറത്തിൻ്റെ അല്ല മോനെ, ഇനി വല്ല പാമ്പോ വല്ലതും ഉണ്ടോയെന്ന് നോക്കിയത്, അതിന് അഭി ഒരു പാമ്പിനല്ലേ കൊണ്ടുവച്ചുള്ളൂ. ഉടനെ ചലച്ചപ്പുറത്തിൻ്റെ അതെ ഒരു പാമ്പിനെ വെച്ചുള്ളൂ, എന്നാലും എനിക്കൊരു പേടി എന്ന് പറഞ്ഞിട്ടായിരിക്കും പെട്ടെന്ന് ആദർശിൻ്റെ മുഖത്തോക്കി നോക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല മോൻ എന്താ പറഞ്ഞാൽ അഭി കൊണ്ടുവച്ചെന്നു, മോൻ എന്തൊക്കെയാ ഈ പറയുന്നത്, ആദർശ് നീ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ജലജയോട് പറഞ്ഞിട്ട്, അപ്പച്ചി എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്ന് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ പാമ്പാട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ വീഡിയോ സഹിതം കാണിച്ചു കൊടുക്കാനിട്ടോ ആദർശ് ജലജേനെ നയനേനെ അഭിനെയും. അഭിയാണെങ്കിൽ ആകെ തകർന്ന് നിൽക്കുകയാണ്. അഭിയാകെ പേടിച്ച് വിറങ്ങരച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് അഭിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ആദർശ് പിടിച്ച് വലിച്ച് ചെവിക്കല്ല് നോക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താടാ കരുതിയത്, നീ എന്താ കരുതിയത്, നയനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്, നീ ചെയ്തത് എല്ലാം തെളിവ് സഹിതം ഞാൻ പിടിച്ചിട്ടുണ്ട്, നിന്നെ ഇനി വിട്ടുവെച്ചിട്ട് കാര്യമില്ല, ഇതെല്ലാവരും അറിയണം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ജലജയാണെങ്കിൽ ആദർശിൻ്റെ കാലിലേക്ക് വീഴാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ ആരെയും അറിയിക്കില്ല, ആരോടും പറയില്ല, ഇവന് ഒരു തെറ്റ് പറ്റിയത് എന്നൊക്കെ പറയാനിട്ടോ. ആരായിരുന്നടാ അതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ജലജ പറഞ്ഞിട്ട്, അതിനത് വിഷമുള്ള പാമ്പൊന്നും അല്ല മോനെ, അത് അതിൻ്റെ വിഷം എടുത്തിട്ട് വിഷം ഇല്ലാത്ത പാമ്പാന്ന് പറയുമ്പോഴത്തേനും ഉഗ്ര കരിമുറുക്കനാന്ന് ആ പാമ്പാട്ടിയും പറഞ്ഞായിരുന്നില്ല, അത് പിന്നെ അയാൾ ചുമ്മാ കയറ്റി പറഞ്ഞതാ, ഇത് വിഷമൊന്നുമുള്ള പാമ്പല്ല, എല്ലാവരും ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില പാപ്പി ചെയ്തതായിരിക്കും, ഇത്തവണത്തേക്കിനും മോനത് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കുന്നുണ്ട് കേട്ടോ. നയന മോളുടെ പൂജയൊക്കെ നല്ല രീതിക്ക് അവസാനിച്ചില്ലേ മോൾ, ഇനിയൊരു വിഘ്നം വേണ്ടല്ലോ മോൾ, ഇനി മോനൊന്നും ചെയ്യരുത്, ഇതാരെ അറിയിക്കരുതെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാലി പിടിക്കാൻ കേട്ടോ ജലജ. ആ സമയത്ത് എപ്പോഴത്തെ പോലെ തന്നെ ആദർശ് പറയുന്നത്, ഇത്തവണത്തേക്ക് ഞാൻ വിട്ടു, ഇനി ഇത് ആവർത്തിച്ച അമ്മയും മകനും അനന്തപുരി തറവാടിന് പുറത്തായിരിക്കും, പിച്ചച്ചട്ടി എടുത്ത് ജീവിക്കേണ്ട ഗതികേടായിരിക്കും 2 എണ്ണത്തിനും എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്നും പോകുകയാണ് കേട്ടോ. ഈ ഒരു കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും ആകെ കലിയിളകി ആകെ കൺട്രോൾ പോയി നിൽക്കുകയാണ് അഭിയും അതുപോലെ തന്നെ ജലജയും. ആദർശിനോടുള്ള വൈരാഗ്യവും ദേഷ്യവും ഒക്കെ കൂടി ഇരട്ടിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ നിൽക്കുകയായിരിക്കും കേട്ടോ, അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത്.